ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ആഗസ്റ്റ് 23 റൂപ്പർട്ട് സാഞ്ചേസ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഡാർക്ക് ചിത്രമാണ് ദി ക്രോ. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായിരുന്നു തിയേറ്ററിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ക്രോ കണ്ട 94 ക്രോ കണ്ടവർക്ക് അറിയാത്ത വേറെ ലെവൽ സിനിമയാണെന്ന്. പക്ഷെ അതേപോലെ ഇവിടെ വന്നിട്ടില്ല. ഈ സിനിമ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കൊരു ആവറേജിനും താഴെയാണ്, ഒരു ബിലോ ആവറേജ് സിനിമ തന്നെ പറഞ്ഞിട്ടിരുന്നു. കാരണം ബിലോ ആവറേജും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ വൻ കുതിര തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ഒരു ബിലോ ആവറേജാണ് സിനിമ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലെ മേക്കിംഗ് ആയാലും നടന്റെ ഇതൊക്കെ പെർഫോമൻസിന് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ക്ലൈമാക്സ് ഒരു പ്രേക്ഷക നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വയലൻസും അത്യാവശ്യം അഡൽട്ട് കണ്ടന്റ് ഈ സിനിമയിലുണ്ട്. ഫാമിലിയോട് കാണാതിരിക്കരുത്. പിന്നെ വയലൻസ് ഇഷ്ടമില്ലാത്തവരും പേടിയുള്ളവരും കാണാതിരിക്കേണ്ട എന്റെ അഭിപ്രായം പറയുന്നത്. വയലൻസ് കണ്ടു ശീലിച്ചിട്ടുള്ളവരാണെങ്കിൽ അത്ര വലിയ വയലൻസ് ഇല്ലെങ്കിൽ പോലും വയലൻസ് അത്യാവശ്യത്തിനുണ്ട്. വാള് വെച്ചുള്ള സ്ലാഷ് ഒക്കെ ഇതിലുണ്ട്. ഒരുമാതിരി ഡീവൻ മോഡൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഈ ക്രോ എന്നുള്ള ചിത്രം. ഈ സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറഞ്ഞ് ഇറക്കും പിന്നെ ഷെല്ലി എന്ന് പറയുന്ന യുവതി യുവാവും തമ്മിൽ പ്രണയത്തിലായി. അപ്പൊ ഈ ഷെല്ലി എന്ന് പറയുന്ന പെൺകുട്ടിയും ഈ ഇറക്കിനെയും കൊലപ്പെടുത്തുകയാണ് കുറച്ച് ഡീമൻസ് കാറ്റഗറിയിൽപ്പെട്ട ഹ്യൂമൻസ്. അപ്പൊ അവനെതിരെ തിരിയുന്ന ഒരു ക്രോ ആയിട്ട് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് സിനിമയിൽ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നത്. സിനിമ ഒരുവിധം കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് പടം, അത്ര എനിക്ക് പറയാനുള്ളൂ. ക്ലൈമാക്സിന് വേണ്ടി നിങ്ങൾക്ക് സിനിമ എടുത്ത് കാണാം. തീർച്ചയായിട്ടും ആ ക്ലൈമാക്സ് നിങ്ങൾക്ക് വർത്തായിരിക്കും. ഇത്രയൊക്കെയുള്ള ക്രോ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.